സഫാരിക്ക് പോകാൻ നേരത്ത് ഞാൻ കയറിയ വണ്ടിയിലൊരു ഫേമസ് ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഒന്നും ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷെ അന്ന് പുള്ളിയൊക്കെ 600-500 ഒക്കെ പിടിച്ചോണ്ട് ആദ്യത്തെ ലെപ്പേർഡ് സൈറ്റിംഗ് ആണ് എൻ്റെ കമ്പനിയിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ പുള്ളിയോട് ഇങ്ങനെ ചോദിച്ചു, അത് ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു, പുള്ളി എൻ്റെ തിരിഞ്ഞ് നോക്കിയിട്ട് എൻ്റെ ക്യാമറയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സുഭാഷ്, യു ബെറ്റർ എൻജോയ് ദ സീൻ വിത്ത് യുവർ ഫാമിലി, യുവർ ക്യാമറ ഈസ് നോട്ട് ഗുഡ് എനഫ് ടു ക്യാപ്ചർ ഓൾ ദി സീൻസ് എന്ന് പറഞ്ഞു. മുഖത്ത് നോക്കി പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ ചങ്കത്താ കൊണ്ടേ. ഞാൻ ഇന്ന് രാത്രി ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമം വന്നു. ഞാനിതിൽ പ്രൊഫഷനാക്കി മാറ്റണം എന്നുള്ള സമയത്താണ് ഇങ്ങനെ വന്നിട്ട് കരണക്കുട്ടിക്ക് അടിയിൽ നിന്നിട്ട് പോണേ. ഇതൊന്നും കൊണ്ടൊന്നും ഓടിയെത്തില്ല. അത് അനിമൽസിൻ്റെ പേര് പഠിക്കണേക്കാളും ഇത് അവരുടെ ബിഹേവിയർ പഠിക്കുക എന്നുള്ളത്. ഓരോ ജീവികൾക്കും അതിൻ്റെതായ ഒരു സ്വഭാവമുണ്ട്. മനുഷ്യനൊഴിച്ച് ബാക്കി എല്ലാവരുടെയും സ്വഭാവം ഒരുമാതിരി ഫിക്സഡ് ആണ്. നമ്മളെ മാത്രമേ സ്വഭാവം ആളെ മാറുള്ളൂ. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് വേണ്ടിയിരുന്നില്ല എന്ന്? മന്തെൻ്റെ ക്രെഡിറ്റ് കാർഡ് ബില്ലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും. ഹായ് ഫ്രണ്ട്സ്, മൂഡ് ഓൺ വിത്ത് മീഡിയ PDL. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിക്കോണിൻ്റെ ഒഫീഷ്യൽ ക്രിയേറ്റർ ആയിട്ടുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ സുഭാഷ് നായരാണ്. വൈൽഡ് ലൈഫ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ നമ്മളെ ദിനം പ്രതി കാണിച്ചുകൊണ്ടിരിക്കുന്ന സുഭാഷ് നായരാണ്. ഒരുപാട് സ്നേഹത്തോടെ സുഭാഷ് ഏട്ടാ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ ഇന്നിങ്ങനെ ഇവിടെ ഒരു സ്പേസിൽ നമ്മളോടൊപ്പം കുറച്ച് സമയം സംസാരിക്കാനായിട്ട് വന്നതിൽ ഒരുപാട് താങ്ക് യു. ഞാൻ അരുൺ കുറേ നാളായി എന്നെ വിളിക്കണമല്ലോ. ഞാൻ പല പ്രാവശ്യം വന്നപ്പോൾ നാട്ടിൽ വരുമ്പോഴൊക്കെ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പോലും പല കാരണങ്ങളാൽ ഒഴിവായി പോകും. അവസാനം നമുക്ക് ഒരു അവസരം കിട്ടി. ഇന്നാണ് സുദിനം. എന്നാണ് ആ സുദിനം ഏറിൽ കയറാൻ പറ്റിയ ദിവസം. അതെ അതെ. കുറേ അധികം ചോദ്യങ്ങളല്ല, കാഷ്വലായിട്ടുള്ള കുറേ എന്താ പറയുക, വൈൽഡ് ലൈഫ് റിലേറ്റ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി റിലേറ്റ് ചെയ്തിട്ടുള്ള. സുഭാഷ് ഏട്ടൻ നിക്കോണിൻ്റെ ഒഫീഷ്യൽ ക്രിയേറ്ററാണ് കുറച്ച് വർഷമായിട്ട്. ഒരുപാട് രാജ്യങ്ങളിലൂടെ ട്രാവൽ ചെയ്യുന്നു. സോ എനിക്ക് ഫസ്റ്റ് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി? സുഭാഷ് ഏട്ടനെ ഞാൻ കാണുന്ന സമയം തൊട്ട് നിങ്ങളുടെ അറ്റയർ ആണെങ്കിലും ടോട്ടാലിറ്റിയിൽ യു ആർ എ ഫാഷൻ ഗായ്. ഓക്കെ, യു ആർ വെരി മച്ച് ഫാഷനബിൾ. മുടിയില്ലാത്തതൊക്കെ ഫാഷൻ, hair doesn't make but still you are like to some extent fashionable. Okay, so in that scenario I thought like you will become a fashion photographer. Okay, അപ്പോൾ അതിന്നൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് ഒട്ടും ചാമിങ് അല്ലാത്ത ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്നുള്ളൊരു സെഗ്മെൻറ്റ് തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം? അത് ബേസിക്കലി ഞാൻ ഒരു 22 ഇയേഴ്സ് വരെ നാട്ടിൽ തന്നെയായിരുന്നു. എൻ്റെ വീട് പെരുമ്പാവൂരാണ്, കീഴിലും എന്ന് പറയും. അപ്പോൾ ഐ വാസ് സറൗണ്ടഡ് വിത്ത് നേച്ചർ, ഗ്രീൻ ഓൾവേസ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോഴും പാമ്പിനെയും തവളേനെയും ഇതിനെയൊക്കെ കണ്ട് വലുതായി വന്ന ഒരാളാണ്. അന്നൊക്കെ പറഞ്ഞാൽ ഫാഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി ഒന്നും പോകാനുള്ള ഒരു ടൈമൊന്നുമല്ല. നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ വൈകുന്നേരത്തെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് യൂണിഫോം ഇട്ട് പിറ്റേ ദിവസം പോകുക എന്നുള്ള അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ പോലും ഒരു ഫോട്ടോഗ്രാഫർ ആവുന്ന പോലും പ്രതീക്ഷിച്ച ഒരാളല്ല. കാരണം ഞാൻ വളരെ ലേറ്റ് എൻട്രിയാണ് ഫോട്ടോഗ്രാഫിയിലേക്ക്. അപ്പോൾ ഫാഷൻ എന്ന് പറഞ്ഞതിന് എനിക്കൊട്ടും അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായില്ല. ഞാൻ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന പോലെ, ഇപ്പോൾ ഞാൻ എൻ്റെ വൈഫൊക്കെ എപ്പോഴും പറയും, വൈഫ് ഉപയോഗിക്കണേക്കാളും കൂടുതൽ ജ്വല്ലറി ഞാനാണ് ഉപയോഗിക്കണമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും അതിനോടൊരു അങ്ങനെ വലിയൊരു തോന്നിയിട്ടില്ല. പക്ഷേ നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. കാരണം എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫിയിലേക്ക് വരണം എന്ന് തോന്നിയപ്പോൾ തന്നെ ഞാൻ ആകെ തീരുമാനിച്ചത്, എന്തായാലും ഞാൻ വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാർ ഓടിച്ച് പല സ്ഥലങ്ങളിലും പോകാനാണ്. അപ്പോൾ പണ്ടൊന്നും കാറുണ്ടായില്ല. അപ്പോൾ വേറെ രീതിയിൽ പോകും. അത് കാർ മേടിച്ചതിന് ശേഷമാണെങ്കിലും. അപ്പോൾ അത് കഴിഞ്ഞ് ട്രാവൽ തുടങ്ങിയത് ഒരു 25 ഇയേഴ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിനോട് താല്പര്യം വന്നത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ക്യാമറ കൈ കൊണ്ട് തൊടുന്നത് തന്നെ എനിക്ക് 25 വയസ്സായതിനു ശേഷം. ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്ത ക്യാമറ ആയിരുന്നു? അല്ല, ഗിഫ്റ്റ് ചെയ്ത ക്യാമറ കഥകൾ നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടാവും. 10ാമത്തെ വയസ്സിൽ അച്ഛൻ എൻ്റെ പിറന്നാളിന് ഈ ക്യാമറ ഗിഫ്റ്റ് ചെയ്തു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു കഥ പറയാനില്ല. 10ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ ചിലപ്പോൾ എൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ കഷ്ടപ്പെടുമായിരിക്കും, അതെനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഗിഫ്റ്റ് ചെയ്തില്ല. ഞാൻ 25 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി, അനീഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചേട്ടനുണ്ട്, ചേട്ടൻ തന്നെ പറയാം, പുള്ളി UK യിലായിരുന്നു. പുള്ളി വഴി ഒരു ക്യാമറയാണ് ആദ്യത്തെ എൻ്റെ ഇത് വന്നത്. അതുമെന്നാണ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾക്ക് ഇതിലോട്ടൊരു താല്പര്യം വന്നു. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ ഈ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കും. വീട്ടിൽ റോസാപ്പൂവും അങ്ങനെയൊക്കെ എടുത്ത് തുടങ്ങി. അങ്ങനെ ഇതിലേക്ക് വന്നു. അതല്ലാതെ ഫാഷനോട് പ്രത്യേകിച്ചും പൂമ്പാറ്റയൊക്കെ തന്നെ പിന്നെ എല്ലാവരെ പോലെ തന്നെ ഒരു നിശ്ചൽ എന്നുള്ള അവസ്ഥയിൽ. അപ്പോൾ നമ്മൾ അതിനോട് താല്പര്യം പ്രത്യേകിച്ച് എല്ലാത്തിനും ഉണ്ടെങ്കിൽ പോലും വൈൽഡ് ലൈഫ് ഇതൊക്കെ ആയിരുന്നു
ഇഷ്ടം. കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നാച്ചുറൽ ലൈറ്റിൽ ക്ലിക്ക് ചെയ്യാനാണ് എനിക്ക് എപ്പോഴും താല്പര്യം തോന്നിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഇതിലേക്ക് വന്നത്. ഫാഷനോട് അന്നും ഇന്നും എന്നും താല്പര്യമുണ്ട്. താല്പര്യമില്ലാത്തൊരു വ്യക്തി ഉണ്ടാകാൻ വഴിയില്ല. ഫാഷൻ ഫോട്ടോഗ്രാഫിയോടും താല്പര്യമുണ്ട്. എനിക്ക് ഇഷ്ടം എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള നിക്കോണിൻ്റെ തന്നെ ക്രിയേറ്ററുകൾ സന്ദീപ് MV ഒക്കെ, അങ്ങനെ ഒരുപാട് പേരുണ്ട് ഫാഷൻ ഫോട്ടോഗ്രാഫിയിൽ. നമ്മൾ അവരുടെ അടുത്തൊക്കെ പോകുമ്പോൾ അവരോട് ചോദിക്കും, പഠിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യും. അതായത് എങ്ങനെയാണ് ഇതെന്നൊക്കെ അറിയാൻ വേണ്ടി. പക്ഷേ ഇറ്റ്സ് മോർ ഓഫ് എ ഡിഫറെൻറ്റ് ജോണർ ഓൾ ടുഗദർ. സുഭാഷ് ഏട്ടൻ ഇപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് കൺട്രീസിലേക്കായിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് എക്സ്പെഡീഷൻ എന്ന് പറയുന്നത് ഏതാ? ചലഞ്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കാട്ടിൽ പോകുന്നത് തന്നെ ചലഞ്ചിങ് ആണ്. അതിപ്പോൾ നാട്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് ചലഞ്ചിങ് ആണ്. എല്ലാവരും നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇത് ഭയങ്കര അഡ്വഞ്ചറിൽ ഭയങ്കര പ്രശ്നമല്ല, നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ധൈര്യം വരുന്നത്? അതിപ്പോൾ നമ്മൾ നാട്ടിൽ കൂടെ റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ചാലും നമുക്ക് ഒരു പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് ഒരു പോക്കാ എത്തുന്ന അവസ്ഥയിലാണ് കാട്ടിൽ പോകുന്നത്. കാടിനേക്കാളും ഡേഞ്ചറാണ്. കാടിനേക്കാളും ഡേഞ്ചറാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ കൂടെ വണ്ടി ഓടിക്കുക. കാരണം ഏത് അവസ്ഥയിലാണ് ഓപ്പോസിറ്റ് വരുന്ന ആൾ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ എത്ര നന്നാക്കി ഓടിച്ചാലും. ഇത് പിന്നെ അറ്റ്ലീസ്റ്റ് നമുക്ക് കാട്ടിൽ പോകുമ്പോൾ അനിമൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആവില്ല. അനിമലിൻ്റെ ബിഹേവിയർ ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് കാട്ടിൽ പോയാലും എല്ലാം തന്നെ അത്യാവശ്യം ഡേഞ്ചറസ് സിറ്റുവേഷനിലുള്ള കാടുകളാണ്. കാട് എന്ന് പറഞ്ഞാൽ കാടാണല്ലോ, അപ്പോൾ അത് നമ്മളെ ആരും ചെല്ലുമ്പോൾ തന്നെ ഇത് ചെയ്യില്ല, അത്ര വെൽക്കമിങ് ഒന്നും അല്ല. പക്ഷേ നമ്മൾ പോയി നമുക്ക് ഇതിൻ്റെ ഈ അനിമലിൻ്റെ ബിഹേവിയറൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിനോട് അങ്ങോട്ട് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കറിയാം, അതിനനുസരിച്ച് നമ്മൾ പെരുമാറും. ഏത് കാടായാലും. അപ്പോൾ അതിപ്പോൾ ഏത് കാടാണ് ഏറ്റവും കൂടുതൽ അഡ്വഞ്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാടുകളും അഡ്വഞ്ചറാണ്. ആനയുള്ള നമ്മുടെ പശ്ചിമഘട്ടം മുതൽ വെസ്റ്റേൺ ഗാട്സിലുള്ള മുതൽ അന്ന് വിചാരിച്ച് നമ്മൾ ആനയുടെ ഫോട്ടോ എടുക്കാൻ പോകാറുണ്ട്. നടന്നു പോയാൽ കേരളത്തിലൊക്കെ എല്ലായിടത്തും ഒരുപാട് എല്ലാ സ്ഥലത്തും നടന്നാണ് പോകണം. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സഫാരി വെഹിക്കിളാണ്. സഫാരി വെഹിക്കിൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പരിധി വരെയൊക്കെ ഉള്ളിടത്തൊക്കെ പ്രശ്നങ്ങൾ, ആസ് ലോങ് ആസ് വി കീപ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പ്രോപ്പർലി മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോരും. പക്ഷേ എല്ലാ കാടും ബേസിക്കലി നമ്മൾ നോക്കി കണ്ടും പോകണം. അതിൽ നമ്മൾ പോകുന്നത് അവരുടെ ടെറിട്ടറിയിലേക്കാണെന്ന് അറിഞ്ഞാണ് നമ്മൾ പോകേണ്ടത്. അതായത് നമ്മളിപ്പോൾ അരുണിൻ്റെ വീട്ടിൽ സോഫയിൽ ഒരാൾ വന്ന് കയറിയിരുന്നു എന്ന് വിചാരിച്ചു, അരുൺ ചെല്ലുമ്പോൾ ആദ്യം തന്നെ ചോദിക്കും എന്ത് ഇവിടെ ഇരിക്കണമെന്ന് ചോദിക്കും, ഒരു പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ. അപ്പോൾ അവരൊന്നും മിണ്ടണല്ല, ചുമ്മാ കാലിൽ കാലം കയറ്റി വെച്ച് ഞാൻ ഇരിക്കും മാതിരി ഇരിക്കുക എന്ന് വിചാരിച്ചു. കുറേ കഴിയുമ്പോൾ എടുത്ത് പള്ളക്കളിയില്ലേ എന്ന് പറഞ്ഞ അവസ്ഥ തന്നെയാണ്. നമ്മൾ അവരുടെ കാട്ടിലേക്കാണ് ചെന്ന് കയറുന്നത്, അവരുടെ വീട്ടിലേക്കാണ് ചെന്ന് കയറുന്നത് അറിഞ്ഞുകൊണ്ട് നമ്മൾ പോകണം. അല്ലെങ്കിൽ എല്ലാ കാടും പ്രശ്നം തന്നെയാണ്. എല്ലായിടത്തും ഇപ്പം ബോർണിയോയിലൊക്കെ പോകുമ്പോൾ അല്പം ഇന്തോനേഷ്യയിൽ ബോർണിയോയിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഹൗസ് ബോട്ടിലൊക്കെയാണ് താമസമൊക്കെ രാത്രിയൊക്കെ. പിന്നെ നമ്മുടെ വെസ്റ്റേൺ ഗാട്സിൽ നടക്കണമെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കും. നമ്മുടെ കൂടെ ഗൈഡൊക്കെ ഉണ്ടാവുന്ന കാരണം അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാതെ നോക്കുമ്പോൾ ഓൾ ഫോറസ്റ്റേഴ്സ് എല്ലാ കാടുകളിലും പ്രശ്നമാണ്. ഞാൻ ഫോട്ടോഗ്രാഫി തുടങ്ങുന്നത് ലൈക്ക് ഒരു ട്രാവൽ അല്ലെങ്കിൽ പോർട്രേറ്റ് അങ്ങനെ ഒരു സെഗ്മെൻറ്റിൽ നിന്നാണ് കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്നും ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇങ്ങനെ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയം. അപ്പം ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എടുക്കാതിരിക്കുന്നതിന് പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അതിൻ്റെ കോസ്റ്റ്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയ നാമങ്ങൾ പഠിക്കൽ ഇത്തിരി പണിയാണ്. ഓക്കെ, അപ്പം ഞാനതിൽ പൊതുവെ വീക്കായിട്ടുള്ള ഒരാളായതുകൊണ്ട് ഇത് പഠിക്കാതെ ഇത് ചെയ്യുന്നതിന് എനിക്കറിയില്ല, ലൈക്ക് അത് എന്തുമാത്രം എഫക്റ്റീവ് ആവോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. നമ്മൾ ഓൾറെഡി ഫോട്ടോഗ്രാഫി പഠിച്ചു, അപ്പോൾ ഇനി ഈ പഠിപ്പും കൂടെ ഇനി രണ്ടാമതും കൂടെ വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റ്. പിന്നെ അതിന് എന്തുമാത്രം റിട്ടേൺ ഉണ്ടാവോ ഒന്നും അറിയാത്തതുകൊണ്ട് അതൊരു പ്രൊഫഷനാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, സുഭാഷ് ഏട്ടനെ സംബന്ധിച്ച് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി തുടങ്ങുന്ന സമയത്തൊക്കെ പഠിപ്പും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ, ഈ നെയിംസ് പഠിക്കൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അനിമൽ ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ എങ്ങനെയാണ് ഇനീഷ്യൽ സ്റ്റേജിൽ ടാക്കിൾ ചെയ്തിരുന്നത്? വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പഠിക്കാന്നല്ല, സ്കൂളിലാണെങ്കിൽ പോലും ഞാൻ വാസ് എ ബാക്ക് ബെഞ്ചർ. ഞാൻ മൊത്തത്തിൽ പഠിപ്പിൻ്റെ കാര്യത്തിൽ ഇപ്പം നിങ്ങൾ എന്നോടൊരു സാധനം പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും, അത് കുറേ സമയമാണ്. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുക്കും. നമ്മൾ വണ്ടി ഓടിക്കാനൊക്കെ നമ്മൾ പഠിക്കുന്നത് അങ്ങനെയല്ലേ. പിന്നെ എനിക്ക് ഈ പറഞ്ഞാൽ സയൻറ്റിഫിക് നെയിം എന്നല്ല, ചില സമയത്ത് നമ്മൾ മറന്നുപോകും. ചില സമയത്തൊക്കെ കൊച്ചിൻ്റെ പേര് തന്നെ മറന്നു പോകും. അന്നേരം പിന്നെ മൃഗങ്ങളുടെ പേര് നമ്മളങ്ങനെ ചില സമയത്ത് നമ്മൾ മറന്നു. അപ്പോൾ ഞാൻ ഈ ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പിനൊക്കെ പോകുമ്പോൾ അമ്പോലി അല്ലെങ്കിൽ അകുമ്പയിലൊക്കെ പോകുമ്പോൾ പല ടൈപ്പ് തവളകളുണ്ട്, പച്ച ഇതായിട്ട്. ഇതിൻ്റെയൊക്കെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കതിനെ എങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് അറിയാം, എങ്ങനെ അതിന് കോമ്പോസിഷൻ എടുക്കണം. ഞാനൊരു ടെക്നിക്കലി അത്ര വലിയ സൗണ്ട് ഫോട്ടോഗ്രാഫർ ഒന്നുമില്ല, ടെക്നിക്കലി സൗണ്ട് ഇല്ല. പക്ഷേ എനിക്കറിയാം ക്രിയേറ്റീവ്ലി എനിക്ക് അത് എങ്ങനെ എടുക്കണം എന്നുള്ള എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ എടുക്കും. അപ്പോൾ ഈ എടുക്കുന്നത് വർക്ക്ഷോപ്പ് പാർട്ടിസിപ്പൻസ് ചിലപ്പോൾ ചോദിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിലെ കാര്യം ഉണ്ടോ പറഞ്ഞു, ഇപ്പോഴല്ല, ഇപ്പോൾ അത്യാവശ്യമൊക്കെ പഠിച്ചു വരുന്നു. അപ്പോൾ ഇത് ചോദിക്കും ഇത് എന്ത് തവളയാണ് സുഭാഷ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് പച്ചത്തവള, മറ്റത് മഞ്ഞ തവള, അതല്ലാതെ ഇതിൻ്റെ പേര്. പിന്നെ നമ്മൾ പക്ഷേ ഗ്രാജുവലി നമ്മൾ പഠിക്കാനുണ്ടോ, കാരണം അത് പഠിക്കാണ്ട് നമുക്ക് ഇതിൽ
ഇതിലേക്ക് ഒരു സീരിയസ് ഇതായിട്ടില്ല. അപ്പോൾ ഞാനിതിലേക്ക് വന്നപ്പോൾ ഒരിക്കലും ഞാനിതൊരു പ്രൊഫഷനാക്കി മാറ്റുന്നോ അല്ലെങ്കിൽ ഒരു ദിവസം ഞാനിങ്ങനെ പരൻ്റെ മുമ്പിലേക്ക് മാറി ഇരിക്കുന്നോ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ട് നമ്മൾ വന്നൊരു കാര്യമില്ല. നമുക്കൊരു പാഷനായിരുന്നു. അപ്പോൾ അതിന് വന്നു. പിന്നെ നമ്മൾ പഠിച്ചു, ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പഠിക്കും. അത് കഴിഞ്ഞ പോലെ തന്നെ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അനിമൽ ബിഹേവിയർ പഠിക്കൽ വൈൽഡ് ലൈഫിൽ. അനിമൽസിൻ്റെ പേര് പഠിക്കണേക്കാളും ഇത് അവരുടെ ബിഹേവിയർ പഠിക്കുക എന്നുള്ളത്. ഓരോ ജീവികൾക്കും അതിൻ്റെതായ ഒരു സ്വഭാവമുണ്ട്. മനുഷ്യനൊഴിച്ച് ബാക്കി എല്ലാവരുടെയും സ്വഭാവം ഒരുമാതിരി ഫിക്സഡ് ആണ്. നമ്മുടെ മാത്രമേ സ്വഭാവം ആളനുസരിച്ച് മാറുള്ളൂ. നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ അനുസരിച്ച് നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ആവുമെന്ന് പറയും. പക്ഷേ അല്ലാതെയുള്ള എല്ലാം ക്യാരക്ടറൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അവരുടെ ബിഹേവിയറും ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാനത് വായിച്ച് ബുക്കുകളുണ്ട്, കുറേ ബുക്കുകളൊക്കെ കിട്ടും. പിന്നെ നമ്മൾ യൂട്യൂബും ഇതൊക്കെ ഉള്ള കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമുക്കൊരു ഡൗട്ട് വന്നു. ഇപ്പം പിന്നെ ChatGPT ഉണ്ടല്ലോ, ആൾക്കാരെല്ലാവരും. പക്ഷേ നമ്മളിത് തുടങ്ങിയപ്പോൾ ഓർക്കുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫേസ്ബുക്കിൽ പോലും ആൾക്കാരുണ്ടായില്ലാത്ത കാലമാണ്. ഓർക്കുട്ട് എന്നാണ് തുടക്കം. ഓർക്കുട്ടായിരുന്നു. ഫേസ്ബുക്കിലൊന്നും എനിക്ക് അറിയാമോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നത് പോലും 2015-16 അതുവരെ ഒരു 10-20 ഫോളോവേഴ്സൊക്കെ ഉണ്ട്. ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല. ഞാൻ അന്നൊക്കെ ചിന്തിച്ചോണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര ചെറിയ സ്ക്രീനിൽ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ കാണുന്നത്. ഫോട്ടോസും അത്ര നല്ലതൊന്നുമല്ലായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അത് ഞാൻ തുടങ്ങിയത് അതിനുശേഷം. പിന്നെ എൻ്റെ ഫസ്റ്റ് ആഫ്രിക്കൻ ട്രിപ്പ് 2016 കണ്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ശരിക്കും ആക്റ്റീവ് ആയി തുടങ്ങി. എപ്പോഴാണ് എനിക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒരു പ്രൊഫഷനാക്കാം എന്ന് തോന്നിയ ഒരു സമയം? അതിനെന്തെങ്കിലും റീസൺ ഉണ്ടോ? കുറേ നാൾ വീട്ടിലെ ചെടിച്ചട്ടിയും പൂമ്പാറ്റയും ഒന്നാമത് കയ്യിൽ കാശില്ല ഒരുപാട് ട്രാവലൊന്നും ചെയ്യാൻ. പിന്നെ നമ്മൾ പോണ സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാനില്ല. ഇന്നത്തെ പോലെ ഇപ്പോൾ ഒരാൾ പറഞ്ഞാൽ മസനഗുഡി വഴി ഊട്ടി നിന്നും പറയാൻ ആൾക്കാരില്ല. നമുക്ക് അന്നൊന്നും ആരുമില്ല. നമ്മളോട് ആരോടും ചോദിക്കാനും ഇല്ല. ആകെ ഒരു മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ അത് ഏരിയയിൽ ഇവിടെ കൊണ്ടുവരും. അങ്ങനത്തെ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, ഒരു മോട്ടോറോളയുടെ. അതും പിടിച്ചുകൊണ്ട് നടക്കുന്ന സമയമാണ്. നമ്മൾ ഇത് പ്രൊഫഷനാക്കണം എന്നൊരു പ്ലാനേ ഉണ്ടായില്ല. പക്ഷെ ഞാൻ അന്ന് പൂനെയിലായിരുന്നു. ഞാൻ ആ സമയത്തൊക്കെ പൂനെയിലായിരുന്നു. സോ ഐ വാസ് ഇൻ പൂനെ ഫോർ ഓൾമോസ്റ്റ് 8-9 years. സോ അത് കഴിഞ്ഞിട്ട് ബാക്ക് ഇൻ 2011 ഞാൻ ഹൈദരാബാദിൽ വന്നു. ഹൈദരാബാദിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ അപ്പം അന്ന് എനിക്ക് അത്യാവശ്യം ട്രിപ്പുകളൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളൊരു ഇത് തുടങ്ങി. അതുവരെ പ്രോഗ്രാം മോഡിൽ ഇട്ടെടുത്തോണ്ടിരുന്നത് ഞാൻ പതുക്കെ മാനുവൽ. നമുക്ക് ആരോടും ചോദിക്കാനോ അറിയാൻ പാടില്ല, പറഞ്ഞു തരാൻ ആളുമില്ല. അപ്പം നമ്മൾ എടുത്ത് തുടങ്ങി കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഇപ്പോൾ വൈഫിൻ്റെ മോൻ്റെ ധാരണ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, വൈൽഡ് ലൈഫർ. തടവയിലൊക്കെ പോയി അന്ന് വന്നിട്ട് കടുവയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഒരു ചോട്ടി താരെ 3 കുട്ടികളൊക്കെ ആയിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ കിട്ടി. എൻ്റെ ബർത്ത്ഡേയുടെ ആയിരുന്നു, November 9th ആയിരുന്നു. അപ്പം അന്ന് എനിക്കൊരു 3 അങ്ങനെ ടൈഗർ നല്ല ഫ്രെയിമായിരുന്നു. പക്ഷേ എനിക്കത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ അത് അറിയില്ലാത്തവരനൊക്കെ ആയിട്ട് കുറേ സ്പോയിലൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ സിറ്റുവേഷൻ. പക്ഷേ എന്നാലും ഐ ഗോട്ട് സം ഡീസൻറ്റ് ഷോട്ട്സ്. ഇതൊക്കെ കണ്ടിട്ട് ഒരു ദിവസം ഞാൻ കബനി, നമ്മുടെ കർണാടകയിലുള്ള കബനിയിൽ പോകാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ചു ഫാമിലിയായിട്ട്. അപ്പം ഞാൻ ഫാമിലിയായിട്ട് വണ്ടി ഓടിച്ച് ഹൈദരാബാദിൽ നിന്ന് കബനിക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ ചെന്നിറങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായി ഐ വാസ് എൻറ്ററിങ് ടു എ നൈറ്റ് ക്ലബ് വിത്തൗട്ട് നോയിങ് ദ ഡ്രസ് കോഡ്. അതായത് നമ്മൾ ചുമ്മാ അങ്ങനെ ചെന്ന് കയറുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു 70-300 എന്ന് പറഞ്ഞ ലെൻസ്, നോർമൽ 5.6 70-300 ലെൻസും ഒരു പഴയ ക്യാമറയും, ഈ 2 സാധനം മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരുടെ എല്ലാവരുടെയും കയ്യിൽ 600-800 അല്ലെങ്കിൽ ആ ലെവലിലുള്ള ലെൻസൊക്കെ പിടിച്ചിട്ടുള്ള ആൾക്കാരാണ് അവിടെ നിൽക്കുന്നവരും. മുഴുവൻ ലെജൻസ് എന്നൊക്കെ പറയാം. എല്ലാവരും ബാംഗ്ലൂർ ഹാസ് മെനി വൈൽഡ് ലൈഫേഴ്സ് അല്ലേ. അപ്പം ഞാൻ ആരും അറിയൂല. അപ്പം ഞാൻ അന്ന് സഫാരിക്ക് പോകാൻ നേരത്ത് ഞാൻ കയറിയ വണ്ടിയിലൊരു ഫേമസ് ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു, പേര് ഞാൻ പറയുന്നില്ല. ഒരാളുണ്ടായിരുന്നു, ഇല്ല പേര് പറയാൻ ഇപ്പം പുള്ളി ഇല്ല, ഇപ്പം ഞാൻ കണ്ടിട്ടില്ല. അപ്പം പുള്ളി കുറേ വർഷങ്ങളായിട്ട് ഞാൻ പുള്ളി കണ്ടിട്ടില്ല, ഫോട്ടോഗ്രാഫിയിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അന്ന് പുള്ളിയൊക്കെ 600-500 ഒക്കെ പിടിച്ചോണ്ട് അപ്പോൾ നമ്മൾ 70-300. അപ്പം ഞാനും വൈഫും മോനും പുള്ളിയും പുള്ളിയുടെ വേറെ ആരുണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വണ്ടിയിലായിരുന്നു. അപ്പോൾ ഒരു ലെപ്പേർഡ് ഇങ്ങനെ പെട്ടെന്ന് ആദ്യത്തെ ലെപ്പേർഡ് സൈറ്റിംഗ് ആണ് എൻ്റെ കബനിയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹത്തോട് ചോദിക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പുള്ളിയോട് ഇങ്ങനെ ചോദിച്ചു. അത് ഇങ്ങനെ ഇടുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? പുള്ളി മറ്റേ 500 ആണെന്ന് തോന്നുന്നു പുള്ളിയിൽ ക്ലോസപ്പ് ഒക്കെ എടുത്ത് ലെപ്പേർഡിൻ്റെ ചെവിയൊക്കെ എടുത്തിട്ടുണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നല്ലോ, ഹെഡ് ഓൺ അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാൻ ചോദിച്ചു, പുള്ളി എൻ്റെ തിരിഞ്ഞ് നോക്കിയിട്ട് എൻ്റെ ക്യാമറയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സുഭാഷ് യു ബെറ്റർ എൻജോയ് ദ സീൻ വിത്ത് യുവർ ഫാമിലി, യുവർ ക്യാമറ ഈസ് നോട്ട് ഗുഡ് എനഫ് ടു ക്യാപ്ചർ ഓൾ ദി സീൻസ്. മുഖത്ത് നോക്കി പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ ചങ്കത്താ കൊണ്ടേ. കാരണം എൻ്റെ വൈഫിനും എൻ്റെ മോനും ഞാൻ വലിയ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്, അപമാനിച്ചു കളഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ടിരിക്കുന്ന സമയത്ത് അപ്പം അന്ന് ഞാനിത് തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് ഞാനപ്പോൾ തന്നെ ഇതായി. പക്ഷെ എന്നിട്ട് ഞാൻ 2-3 ഫോട്ടോയൊക്കെ എടുത്തു. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ ചെന്നപ്പോൾ ഞാൻ സംഗീതയോട് പറഞ്ഞു, വൈഫിനോട് ഇത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന സംഭവമാണെന്ന് തോന്നുന്നില്ല, കണ്ടില്ല എല്ലാവരുടെയും വലിയ ക്യാമറയും അതും ഇതൊക്കെയാണ്, നമ്മളെ കൊണ്ട് ഓടുന്ന സാധനമല്ല അതൊന്നും. അപ്പോൾ അത് തന്നെ വിട്ടേക്കാം എന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കര സപ്പോർട്ടീവാണ് വൈഫ്. അന്ന് മുതൽ ഇന്ന് വരെ
ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അതിപ്പോൾ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചില്ലേ നമ്മളതിൽ ചെയ്യണമെന്നൊക്കെ ചോദിച്ചാൽ എന്നോട് ഒരുപാട് ഇതൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞാൽ ശരി. ഞാനിന്ന് രാത്രി ശരിക്കും ഞാൻ കരഞ്ഞു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമം വന്നു. ഞാനിതിൽ പ്രൊഫഷനാക്കി മാറ്റണം എന്നുള്ള സമയത്താണ് ഇങ്ങനെ വന്നിട്ട് കരണക്കുട്ടിക്ക് അടിയിൽ നിന്ന് വന്നിട്ട് പോകണേ, ഇതൊന്നും കൊണ്ടൊന്നും ഓടിയെത്തില്ല അത്. പക്ഷെ ഞാൻ അന്നൊരു തീരുമാനം എടുത്തു. ഞാൻ ഡിസൈഡ് ചെയ്തതാണ്, നമ്മൾ ഗിയർ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ കാഴ്ചപ്പാടായിരിക്കണം ഫോട്ടോഗ്രാഫിയിൽ. അതായത് ഞാൻ ഏത് ക്യാമറ യൂസ് ചെയ്യണം, ഏത് ലെൻസ് യൂസ് ചെയ്യണമെന്നില്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ലിമിറ്റ് അറിയണം. ആ ലെൻസിൻ്റെയും ക്യാമറയുടെയും ലിമിറ്റേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷം ഞാൻ ഭരത്പൂർ എന്ന് പറഞ്ഞ ബേർഡ്സ് സാങ്ച്വറിയിൽ 4-5 ഫോണും കൈ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഷാവമിയുടെ ഫോൺ ഉണ്ടായിരുന്നു, അപ്പോൾ അവരുടെ ഇതിന് വേണ്ടി ചെയ്യുന്നത്. ഭരത്പൂർ ബേർഡ് സാങ്ച്വറിയിൽ പോയിട്ട് 5000 രൂപയുടെ 10,000 രൂപയുടെ ഫോൺ 3 ഫോണും പിടിച്ചുകൊണ്ട് പോയി ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ കുറേ ഫോട്ടോസ് ഷാവമി തന്നെ റീപോസ്റ്റ് ഒക്കെ ചെയ്തു, അവരുടെ തന്നെ പേജിന് വേണ്ടി എടുത്തും. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഈ സംഭവം എന്നെ കൊണ്ടും പറ്റും. പൈസ മാത്രമല്ല, പൈസ വേണം ഇല്ലാന്ന് ഞാൻ പറയാനുള്ള, അത് മാത്രമല്ല നമ്മുടെ കാഴ്ചപ്പാടുകളും കൂടിയാണ്. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, ഓക്കെ ഐ ക്യാൻ ഡു ഇറ്റ്. ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറെ ആർക്കും ചെയ്യാം. അപ്പം അരുണിന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു താല്പര്യം വേണമെന്ന് മാത്രമേ ഉള്ളൂ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി സെലക്ട് ചെയ്തപ്പോൾ അതിൽ തന്നെ വളരെ ഇൻഡെപ്ത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കാം. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് വേണ്ടിയിരുന്നില്ല എന്ന്? മന്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് ബില്ലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും. ഇല്ല, ഒരിക്കലും എനിക്കൊരു തിരിച്ചുപോക്ക് ഇല്ല. ഞാൻ ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ പെട്ടുന്നല്ലേ. ഇല്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തേക്കുന്ന ഒരു വ്യക്തി. അതായത് ജാക്ക് ഓഫ് ഓൾ മാസ്റ്റർ ഓഫ് നൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. കുറേ നാൾ ഹൈദരാബാദിൽ ക്ലബ്ബിൽ പാട്ട് പാടാൻ പോയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു അമച്വർ ബാൻഡ് ഉണ്ടായിരുന്നു. ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഒരു ക്ലബ്ബിന് വേണ്ടി കളിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കും. അതായത് നമുക്ക് താല്പര്യം ഉണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന കാര്യം. അതിലെനിക്ക് ഞാൻ പിടിച്ച് നിൽക്കാം എന്ന് തോന്നിയൊരു സെക്ടറാണ് ഫോട്ടോഗ്രാഫി. ഈ പാട്ടൊക്കെ പാടിയിട്ട് നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്തൊന്നും ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെരുപ്പിനേറ് കിട്ടും. ക്രിക്കറ്റ് കളിയാണെങ്കിൽ പോലും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലും വലിയ കാര്യമായിട്ടൊന്നും കൊണ്ടുനടക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എൻ്റെ പ്രൊഫഷൻ ക്രിയേറ്റീവ് ഡിസൈനറാണ്. എൻ്റെ പ്രൊഫഷൻ IT-യിൽ ഞാൻ ഇപ്പം ഇല്ല, ഞാൻ ക്രിയേറ്റീവ് ഡിസൈനറായിരുന്നു. അപ്പോൾ അതൊക്കെ ഉള്ള കാരണം ഡിസൈനിങ്, കളേഴ്സ്, അങ്ങനെയുള്ള സീനുകളൊക്കെ ഉള്ള കാരണം എനിക്ക് ഫോട്ടോഗ്രാഫിയോട് ഒരു ആർട്ടാണല്ലോ. ഫോട്ടോഗ്രാഫി ഈസ് ഓൾസോ ആൻ ആർട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ നിൽക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിൽക്കുവാണ്. ചലഞ്ചസ് ഒരുപാടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഗിവ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് നമ്പർ ഓഫ് റീസൺസ് ഉണ്ടായിരുന്നു പണ്ടേ വിട്ട് കളയാൻ. ബട്ട് ഐ നെവർ ഗേവ് അപ്പ്, സ്റ്റിൽ ട്രൈയിങ് ടു ബി ദെയർ. നിക്കോണിലേക്കുള്ളൊരു എൻട്രി എങ്ങനെയായിരുന്നു? നിക്കോണിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം താങ്കളല്ലേ? അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഓൾറെഡി നിങ്ങൾ 750 ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് D850 ആണ്. അപ്പോൾ നമ്മൾ 750 കഴിഞ്ഞ് 850 കൂടെ. ഞാൻ ആദ്യം നിക്കോണിൻ്റെ ഇതിലേക്ക് വരുന്നത് നമ്മളിവിടുന്ന് നമ്മുടെ മുരളിയേട്ടൻ്റെ നിന്ന് ക്യാമറ മേടിച്ചു. അന്ന് മറ്റേ സീമയാണെന്ന് എൻ്റെ കയ്യിൽ എന്നെ മുരളിയേട്ടനെ കണക്ട് ചെയ്ത് തന്നത്, സീമ സുരേഷ്. അപ്പോൾ ഞാൻ എന്നിട്ട് മുരളിയേട്ടനായിട്ട് കണക്ട് ചെയ്ത് മുരളിയേട്ടൻ ഇതൊക്കെ പറഞ്ഞു. ഞാൻ ഇന്നലെ മുരളിയേട്ടനെ കണ്ടപ്പോൾ ഞാൻ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു 3 പ്രാവശ്യമൊക്കെ ആയിട്ടാണ് അതായത് പേയ്മെൻറ്റൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് എടുക്കണ്ടേ. നമ്മളീ പറഞ്ഞ ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ പ്രയോറിറ്റീസൊക്കെ ഒരുപാട് ചേഞ്ച് ആവില്ല. പിന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് വെച്ചാൽ ബ്ലഡി കോസ്റ്റ്ലി തിങ് അല്ലേ, ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കാണ്. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ, താങ്കളെപ്പോലുള്ളവരും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നിക്കോണിലും വന്ന് ഇപ്പോഴും സ്റ്റിക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് ദ സപ്പോർട്ട് വിച്ച് ഐ ഗോട്ട് ഫ്രം ദ ബ്രാൻഡ്. അതൊരു എന്താ പറയുക, അതൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഇതില്ല. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സംഭവം ചെയ്തു തരണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതെന്തിനാ നിനക്ക് എന്ന് ചോദിക്കാറില്ല. അത് നമ്മൾ ജെനുവിനായിട്ട് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കിട്ടാറുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നിക്കോണിലേക്ക് അങ്ങനെ മാറി. So can you just elaborate your gears currently you're using? ഗിയേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ D850 ഇപ്പോഴും ഇരിപ്പുണ്ട്. D850 ഉണ്ട്, Z9 ഉണ്ട്, Z8 ഉണ്ട്. പിന്നെ നാളിപ്പോൾ CRൻ്റെ ഇത് വന്നപ്പോൾ അത്. പിന്നെ 400 ആണ് എൻ്റെ മെയിൻ ഗോ ടു ലെൻസ്. 400 2.8. ഞാൻ അവിടെ പോയാലും കയ്യിൽ കൊണ്ടുനടക്കുന്ന ഒരു ലെൻസ് 400 2.8. പിന്നെ 70-200, പിന്നെ 2 വൈഡ് ആംഗിൾ 24-70 ഉണ്ട്, ഒരു 85mm ഉണ്ട്. അതൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ നമ്മൾക്ക് നമ്മളിത് എല്ലാ സ്ഥലത്തും ഞാൻ പോകുമ്പോൾ എല്ലാ ഗിയറും എടുത്തുകൊണ്ട് ഒരു ബാഗിലിട്ടുകൊണ്ട് പോകാറൊന്നുമില്ല. നമ്മൾ പോണ ടെറൈൻ അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യും. എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു ലെൻസാണ് അല്ലെങ്കിൽ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിക്കോണിൻ്റെ അടുത്തുനിന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് എനിക്കൊരു ക്യാമറ തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാണ്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സപ്പോർട്ടും ഇതൊക്കെ ഒരുപാട് കിട്ടിയ വലിയ കാര്യമുണ്ട്. ഒരു ഹോണസ്റ്റ് ആൻസർ ആണ് കേട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഹോണസ്റ്റ് പറയാറുള്ളൂ. ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പല സമയങ്ങളിലും പ്രശ്നങ്ങൾ ചെന്ന് വിടാറുണ്ട്. അതാണ് എൻ്റെ പേടിയും. നിങ്ങളിപ്പോൾ പറഞ്ഞ ഗിയേഴ്സ് ലിസ്റ്റിൽ കംപ്ലീറ്റ് ലിസ്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് വൈഫിന് അറിയോ? കോസ്റ്റ് വൈഫിന് അറിയാമെന്ന് വെച്ചാൽ ഒരു പരിധി വരെയൊക്കെ ഉള്ള അറിയാം. കാരണം ഞാൻ ആദ്യം എടുത്തപ്പോൾ പേഴ്സണൽ ലോണൊക്കെ എടുത്തിട്ട് അപ്പോൾ EMI ഒക്കെ വരുമല്ലോ സ്റ്റാർട്ടിങ്. ഇതെങ്ങനെ ഇത്ര വന്നത്? നമ്മൾ ഓരോ ഇതിൽ പറയുമ്പോഴും നമുക്ക് പല രീതിയിലാണ്. അപ്പം ഞാൻ എല്ലാത്തിൻ്റെയും എക്സാക്ട് ഇത് ചോദിക്കുമ്പോൾ ഞാനിപ്പോഴും റെൻറ്റഡ് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്.
ഹൈദരാബാദിൽ. ഇറ്റ്സ് ബീൻ ഓൾമോസ്റ്റ് 15 years ഐ ആം ഓൺ റെന്റഡ് ഹൗസ്. എനിക്ക് നാട്ടിൽ പെരുമ്പാവൂർ വീടുണ്ട്. അപ്പോൾ എന്നോട് വീട്ടിലൊക്കെ ചോദിക്കാറുണ്ട് ഒരു ഫ്ലാറ്റ് മേടിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അമ്മയൊക്കെ എപ്പോഴും. ഞാൻ പറയും ഡൗൺ പേയ്മെന്റിനൊക്കെ ആയിട്ട് അതിനൊരു ത്രില്ലില്ല. ഡൗൺ പേയ്മെന്റൊക്കെ ആയിട്ട് ഒരുപാട് പൈസ കൊടുക്കണം. അപ്പോൾ അതിനുള്ള പൈസ ഒന്നും എൻ്റെ ഇല്ല. അപ്പോൾ ചിലപ്പോൾ അവർ ചോദിക്കും അപ്പോൾ ഈ ക്യാമറയ്ക്കൊക്കെ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3500 രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡിന് മേടിച്ചാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തള്ളി മാറ്റി വിടാൻ രക്ഷയുള്ളൂ. കാരണം ഒറിജിനൽ പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഇതാ ഡൗൺ ഫ്ലാറ്റ് മേടിക്കാൻ 2 ഫ്ലാറ്റ് മേടിക്കാറുണ്ട്. അതാണ് പ്രശ്നം. എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. കാരണം നമ്മൾ എല്ലാവരും എന്നോട് ചോദിക്കും ചേട്ടൻ്റെ ഈ ട്രിപ്പുകളൊക്കെ ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നതാണോ? ഞാൻ പറഞ്ഞു അതെ, ചിലപ്പോൾ HDFC, ചിലപ്പോൾ അമേരിക്കൻ എക്സ്പ്രസ് എന്നുള്ള രീതിയിൽ എല്ലാം MNCs ആണ്, മൾട്ടിനാഷണൽ കമ്പനീസാണ് സ്പോൺസർ ചെയ്യുന്നത്. അവർക്കറിയാം നമ്മളൊരു എല്ലാ കാര്യങ്ങളും ഞാൻ വീട്ടിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. പക്ഷേ എന്നാലും ചിലതിൻ്റെ ഒന്നും എക്സാക്ട് വാല്യൂ ഒന്നും അറിയില്ലായിരിക്കും, പറയാറുമില്ല. പറഞ്ഞാൽ അവർക്ക് അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുൾ എമൗണ്ട് ഇതായിട്ടൊരു ടെൻഷൻ കൊടുക്കണ്ടല്ലോ. പല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സും എക്സ്പീരിയൻസ് ഷെയറിങ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ചില എക്സ്പെഡീഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലൈക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മേ ബി ആനിമൽ ചാർജിങ് പോലെയുള്ള സംഗതികൾ, ഓൾമോസ്റ്റ് എന്താ പറയുക ലൈഫ് തന്നെ റിസ്ക് ആയിട്ടുള്ള ഏതെങ്കിലും എല്ലാ ട്രിപ്പിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അത് ഉറപ്പായിട്ടും ഉണ്ട്. 3 days ബാക്ക് ഞാൻ ദൂദ്വ ഫോറസ്റ്റിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ദൂദ്വയിൽ ഞാനും എൻ്റെ ഫ്രണ്ട് വരുണാദിത്യ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ട്രാവൽ ചെയ്തിരുന്ന സമയത്ത് അപ്പോൾ ഞങ്ങൾ ഒരു ടൈഗർ അവിടെ എവിടെയോ ഒരു സ്ഥലത്ത് ഇരിപ്പുണ്ടെന്ന് ഗൈഡ് അവർ കുറേ വണ്ടികൾ അപ്പുറം ഇപ്പുറമൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ടൈഗർ എവിടെ ഇരിപ്പുണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ ക്യാമറ വെച്ചിട്ട് ഒരു 10-30 മീറ്റർ ദൂരത്തിലാണ്, ഇനഫ് ഡിസ്റ്റൻസിലാണ്, നമ്മൾ മെയിൻ റോഡിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 2-3 കാടിൻ്റെ ഇടയ്ക്ക് ഈ സാധനം ഒരു ഒറ്റ ചാട്ടം നേരെ ഒരു ഒറ്റ ഓടി വരലും ആകും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നമുക്ക് വിറച്ചു പോകും, പകച്ചു പോയി എൻ്റെ ബാല്യം എന്നുള്ള അവസ്ഥയായിരുന്നു. കാരണം ഓൾമോസ്റ്റ് തൊട്ടടുത്ത് വരാന്നിട്ട് പുള്ളി കട്ടടിച്ച് തിരിച്ചു പോയി. കയറി വരില്ലെന്ന് നമുക്കും അറിയാം, കാരണം നമ്മൾ കണ്ടേക്കണായിരുന്നു, ഒരുപാട് ഇത് വന്നേക്കണായിരുന്നു. പക്ഷേ ആ ഒരു സെക്കൻഡിൽ നമ്മൾ പേടിക്കും. അന്നേരം എല്ലാവരും പേടിച്ചു. കുറേ ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ. അത് 2-3 പ്രാവശ്യം ഇത് ചെയ്തു. അതവിടെ ഇരിക്കുന്ന ആ ടൈഗർ സ്ഥിരം അങ്ങനെ ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്. പുള്ളി ഇങ്ങനെ മോക്ക് ചാർജ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ചെയ്യുന്നതാണെന്ന് അവർക്ക് ഗൈഡുകൾക്കൊക്കെ അറിയാം, നമുക്കറിയില്ലല്ലോ. അത് പക്ഷെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇതായിട്ടുള്ളൊരു അനുഭവം വന്നേക്കുന്നത് ബോർണിയോയിലാണ്. ഞാൻ ബോർണിയോയുടെ ഇമേജസ് ആണല്ലോ നിങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്ത് ലൈക്ക് ഫാമിലി ഫോട്ടോ ഒക്കെ പോലെ എടുത്തിട്ടുള്ള. ഞാനിപ്പോഴും ആ ഒരു സെൽഫി ഇമേജസ് ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അല്ല, ബോർണിയോ എന്ന് പറയുമ്പോൾ അവർ നമ്മളെ പോലെ തന്നെ 97% ഓഫ് DNA മാച്ചസ് വിത്ത് ഹ്യൂമനാ. ഓറാങ്ങുട്ടാൻസ് 97% ഓഫ് DNA മാച്ചസ് വിത്ത് ഹ്യൂമൻ. സോ ഐ വിൽ കോൾ ദം എ ബെറ്റർ ഹ്യൂമൻ. അങ്ങനെ മാൻ ഓഫ് ദ ഫോറസ്റ്റിനെ അവരെ വിളിക്കുന്നത് തന്നെ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളവിടെ ഒരു സ്ഥലത്ത് പോയി ബോർണിയോയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ അവിടെ കുറേ ഫീഡിങ് സെൻ്ററുകളുണ്ട്. ഈ ഫീഡിങ് സെൻ്ററിൽ പോയാലും നമുക്ക് നല്ല രീതിയിലുള്ള കുറേ ഫോട്ടോകൾ കിട്ടും. മരത്തിൽ നിന്നൊക്കെ കയറാം. ഫീഡിങ് സെൻ്റർ എന്ന് പറഞ്ഞാൽ ഇവർ അധികം റെസ്ക്യൂ ചെയ്തിട്ട് തിരിച്ചു വിട്ടേക്കണേ കാട്ടിലേക്ക് റീവൈൽഡിങ്ങിന് വേണ്ടി വിട്ടേക്കുന്നവർ തിരിച്ചു വരും. അപ്പോൾ ഇവരെല്ലാ ദിവസം ഇങ്ങനെ കിഴങ്ങ്, പഴം ഇതൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ അത് കഴിക്കാൻ ഇതുങ്ങൾ വരും. കാരണം ഇവരിപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കറക്റ്റ് എല്ലായിടത്തും പോയി പറിച്ചിട്ട് കഴിക്കാനുള്ളൊരു ഇതൊന്നും ആയിട്ടില്ല. തന്നെ ചിലതൊക്കെ വരും, പക്ഷെ ചിലതൊക്കെ വർഷങ്ങളായിട്ട് ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കുറേ ഫോട്ടോസ് കിട്ടും. പക്ഷെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്കതൊരു വൈൽഡ് ആ ഒരു ഫീൽ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഗൈഡിനോട് ചോദിച്ചു നമുക്ക് വേറെ എവിടെ. അപ്പോൾ പുള്ളി ഒരു സ്ഥലമുണ്ട് നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹൗസ് ബോട്ടിൽ നിന്ന് ഒരു ചെറിയ ബോട്ടിൽ കയറി ഒരു 1.5 മണിക്കൂർ സീയുടെ ഉള്ളിൽ ഒരു 3-4 പേര് ഇരുന്ന് പോകുന്ന ചെറിയൊരു ബോട്ട്, അത് സീയുടെ ഉള്ളിൽ പോകണം. എന്നിട്ട് പോയി ഒരു സ്ഥലത്തെത്തി അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ കാണണം. അപ്പോൾ അവിടെ നിന്ന് കയറി ഞങ്ങൾ വീണ്ടും ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ റിവർ ഫുള്ള് നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രോക്കഡൈൽസിനെ കാണാൻ പറ്റും. അത് ചെറിയ ഇതായിട്ടുള്ള കുറേ ക്രോക്കഡൈൽസ് അതൊക്കെ ഉണ്ട്, നല്ല ക്ലീൻ വാട്ടറാണ്. അപ്പോൾ ഞാൻ അങ്ങേ അറ്റത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ ഒറാങ്ങുട്ടാൻസ് ഇങ്ങനെ റിവർ ബാങ്കിൽ നദിയുടെ തീരത്ത് ഇങ്ങനെ ഇരിക്കുന്നു. ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. അപ്പം ഞാൻ വിചാരിച്ചു അടിപൊളിയാണ്, സെറ്റ് ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാം ഞാൻ എന്ന് പറഞ്ഞു. എനിക്ക് വെള്ളത്തിലിറങ്ങുന്നത്. അപ്പോൾ ഗൈഡ് പറഞ്ഞില്ല സുഭാഷ് ഇറങ്ങല്ലേ, അപ്പോൾ നമ്മളിവിടെ ക്രോക്കഡൈൽസിൻ്റെ അതൊക്കെ കണ്ടല്ല. ഞാൻ പറഞ്ഞു എന്ത് വന്നാലും ഇവിടം വരെ വന്നിട്ട് ഇനി ഇത് ക്ഷേത്രക്കുളത്തെ ചാടി എന്നോട് ഇതിലും വലിയ പാലം ചാടിക്കിടന്നവരാണ് KK ജോസഫ് എന്ന് പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു ഞാൻ ഇറങ്ങാൻ പോകുന്നു പറഞ്ഞു. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരാൾ അവിടെ പോയി നിൽക്കും, ഒരാൾ പുറയിൽ നിൽക്കും, ഞാൻ ഈ ബോട്ടിൻ്റെ ഇവിടെ വന്നിട്ട് എടുക്കാം, ഞാൻ ഇറങ്ങാം. അപ്പോൾ മറ്റൊരു എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ചാടി ബോട്ടിലേക്ക് കയറിക്കോളാം. ഞാൻ ഇറങ്ങി ഓൾമോസ്റ്റ് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു, എൻ്റെ ഒരു 5 feet. അപ്പോൾ കാലൊന്നും താഴ്ന്നു പോകത്തില്ല? ഇല്ല, അത്ര ഫുള്ള് റിവർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കനാൽ, നമ്മുടെ ഇവിടുത്തെ ഒരു 2-3 കനാൽ കൂടുന്ന വീതിയുള്ളൂ, അത്രേ ഉള്ളൂ. ചെറിയ സംഭവങ്ങളാണ്, ഒരുപാട് വലുതൊന്നുമല്ല. അവർ റിവറിന് താഴെ മഡല്ല, ചെറുത് പാറയൊക്കെ ഉണ്ട്, പാറയുണ്ട്, ഇതുണ്ട്. അങ്ങനെ അവിടെ സോയിൽ അങ്ങനത്തെ അതെ കലങ്ങി പോണ ടൈപ്പ് അങ്ങനെയല്ല. അപ്പം ഞാൻ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുത്തു, കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പെട്ടെന്ന് മുകളിലേക്ക് വരുന്നു. അപ്പോൾ അത് ഈ ഒറാങ്ങുട്ടാൻസ് അങ്ങനെ നടന്നു പോയി. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു നമുക്കിതിലെ അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു
അപ്പോൾ പിന്നെ അത്യാഗ്രഹമായില്ലോ. ആഗ്രഹം മാറി അത്യാഗ്രഹമായി. ആഗ്രഹം മാറി അത്യാഗ്രഹമായി. ശരി പോകാമെന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ നടന്നു. അപ്പോൾ ഒരു ഒറാങ്കുട്ടാൻ ഒരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ കിടന്നൊക്കെ പല ആംഗിളിലൊക്കെ പല ഫോട്ടോസ് എടുത്തപ്പോൾ ഈ സാധനം ചാടി ഇറങ്ങി വന്നു താഴേക്ക്. ഓടി ഇറങ്ങി വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, വൈൽഡാണത്. അപ്പം ഞാൻ ഗൈഡിനോട് ചോദിച്ചു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഒന്നും ചെയ്യണ്ട, ബാക്കിയെല്ലാം ഒറാങ്കുട്ടാൻ ചെയ്തോളും എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞു ഓടരുത് സുഭാഷ്, അവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. ഓടി കഴിഞ്ഞാൽ പുറകെ ഓടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിൽക്കുകയാണ്. ഞാൻ ആദ്യത്തെ എൻ്റെ എൻകൗണ്ടറാണ്, ഒരു വൈൽഡ് ആനിമൽ അത്ര ക്ലോസിൽ എനിക്ക് ഫസ്റ്റ് എൻകൗണ്ടറാണ്. ഞാൻ ഓടി കഴിഞ്ഞാൽ എൻ്റെ പുറകെ ഓടി വരും, ക്യാമറ എടുത്തുകൊണ്ട് പോകും, മരത്തിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കെ. നമ്മൾ ആക്രമിച്ച് കൊല്ലണമല്ല, അതിനപ്പുറത്ത് നമ്മുടെ ടെൻഷൻ ഇതാണ്. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇതിറങ്ങി വന്നു, എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ കയ്യിലൊക്കെ കയറി പിടിച്ചു. പിന്നെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കയറി പിടിച്ചു, കുറേ സ്ഥലങ്ങളിലൊക്കെ പിടിച്ചു, പറയാൻ പറ്റില്ല എവിടെയാണെന്നൊക്കെ. പിടിച്ച് കഴിഞ്ഞിട്ട് പുള്ളി കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ക്യാമറയിലേക്ക് നോക്കി, എന്നെ സ്നിഫ് ചെയ്തു. കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ സൈഡിൽ അവിടെ ഇങ്ങോട്ട് ഇരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇതിൻ്റെ സെൽഫി വരെ എടുത്തു. അതായത് കുറേ നേരത്തേക്ക് ഭയങ്കര ഇതായിട്ട്, അതായത് അതാ ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ അവർക്കൊരു ത്രെറ്റ് അല്ല എന്ന് തോന്നിയ സ്ഥിതിക്ക് ആയിരിക്കും ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കാം എന്നെ വലിയ ഉപദ്രവമൊന്നും ഉപയോഗിക്കാണ്ട് എന്നെ അങ്ങോട്ട് ഒഴിവാക്കി. അല്ലെങ്കിൽ അവർ പിടിക്കുന്നൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇതാണ്. അതൊരു വല്ലാത്തൊരു ഇതായിരുന്നു. അത് ഞാൻ ഈ നിമിഷം വരെ എനിക്കത് എപ്പോഴും ഓർക്കുമ്പോൾ മറക്കില്ലാത്തൊരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു അതൊരു വൈൽഡ് ആനിമൽ ആയിട്ട്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ മങ്കി, നമ്മൾ ഒരു കുരങ്ങന്റെ അടുത്താണെങ്കിൽ പോലും നമ്മൾ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ഇതല്ല. അപ്പൊ ഇതും ഒറാങ്കുട്ടാൻ എന്ന് പറഞ്ഞാൽ നമുക്കും പേടിയുണ്ട്, അതിനും പേടിയുണ്ട്, അതിനെന്തെങ്കിലും ചെയ്യുമെന്ന്. അത് നോക്കിയപ്പോൾ ഏകദേശം അതിന്റെയൊക്കെ സൈസിൽ തന്നെയുള്ള വേറെ ഒരേ വേവ് ലെങ്ത് ആയിരുന്നു. പക്ഷെ രസമായിരുന്നു. അതിനുശേഷം ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാനിപ്പോൾ അടുത്ത ട്രിപ്പ് പോകുന്നുണ്ട്. ബോർണിയോ ഞാൻ ഗ്രൂപ്പ് ട്രിപ്പുകളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ജേർണി ഓൺ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ലോജിസ്റ്റിക് ആയിട്ടുള്ള കമ്പനിയുണ്ട്, അവരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ട്രാവലുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ബോർണിയോക്ക് ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പോയിട്ടുണ്ടതിന് ശേഷം പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ആന ഓടിക്കുക എന്ന് പറഞ്ഞത് സ്വാഭാവികമാണല്ലോ, എല്ലായിടത്തും നമ്മൾ നാട്ടിൽ നടന്ന പോകുമ്പോഴാണ് അതിപ്പോൾ ശീലമായി. നമ്മൾ മാറി അവരെ പരമാവധി ഉപദ്രവിക്കാണ്ട് നമ്മൾ മാറി നിന്നിട്ട് ഒളിച്ചൊക്കെ നിന്നിട്ടാണ് എടുക്കണമെങ്കിൽ പോലും. ഇപ്പോൾ നാട്ടിലൊക്കെ വരുമ്പോൾ നമ്മൾ ഒളിച്ചൊക്കെയാണ് നിന്ന് അല്ല, ഇപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ റീസെൻ്റ്ലി ഒക്കെ എലിഫന്റ് ചാർജിങ് ഒക്കെ കേരളത്തിൽ നടന്ന് ഇപ്പം റീസെൻ്റ്ലി ഒരു വാച്ചറൊക്കെ മരിക്കുകയൊക്കെ ഉണ്ടായല്ലോ. അത്രയും ഭീകരമായിട്ടുള്ള എൻകൗണ്ടർ ഇതുവരെ വന്നിട്ടില്ല അറ്റ്ലീസ്റ്റ് കേരളത്തിൽ. ഇല്ല, എനിക്ക് അങ്ങനെ ഒരുപാട് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒന്നും വന്നിട്ടില്ല. പക്ഷേ എലഫൻറ്റ് ഇതൊക്കെ ഓടിച്ചിട്ടൊക്കെ ഉണ്ട്, ആന ഓടിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട് ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള സംഭവം അത് ഈ ആന ഓടിച്ചിട്ട് എത്ര കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്? ആന ഇപ്പം എന്നെ കേരളത്തിൽ നിന്ന് ഓടിച്ച് എന്നെ കൊല്ലണം എന്നൊരു ആന തീരുമാനിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദ് വരെ ഓടിച്ചിട്ടുള്ള ആന കൊല്ലും. അതെനിക്കറിയൂ. അങ്ങനെയാണ്. ആനയ്ക്ക് ഇപ്പം നമ്മൾ മരത്തിൽ കയറി കഴിഞ്ഞാൽ മരം ചവിട്ടി ചാടിക്കും. ഒരു കയറ്റം ഓടിക്കഴിഞ്ഞാൽ ആനയ്ക്ക് ഈസി ആയിട്ട് ഓടി കയറാം. ഇറക്കി ഇറങ്ങി കഴിഞ്ഞാൽ ആനയ്ക്കാണ്. മറ്റേ ആൾക്കാർ പണ്ട് പറയില്ല ആന വരുമ്പോൾ ഇങ്ങനെ ഓടണം ഇങ്ങനെ, അതൊക്കെ ചുമ്മാ അതൊക്കെ ചുമ്മാ മിത്തടിച്ചു വിടാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവണം ഇതിൻ്റെ ഇതൊക്കെ. പണ്ടൊക്കെ നമ്മൾ വിചാരിക്കും ഒരു കടുവയുടെ പടം ഒരു അമർച്ച അതിൽ കാണുമ്പോൾ സൈഡിൽ ഗിർ എഴുതി വെച്ചിട്ടുണ്ടാവും, കണ്ടറില്ലേ? ഈ കടുവയൊന്നും അത് കടുവ കുഞ്ഞുങ്ങളെ വിളിക്കണോ അല്ലെങ്കിൽ സമയത്ത് അത്രയ്ക്ക് ഇതായിട്ട് ഗ്രൗൾ ചെയ്യുമ്പോൾ മാത്രമേ, എന്നാലും ഗിർ എന്നുള്ളൊരു സൗണ്ട് അല്ല, വേറൊരു ടൈപ്പിലാണ് വരുന്നത്. പക്ഷെ അത് നമുക്ക് അങ്ങനെ ഒരു ഇത് നമ്മുടെ ഉള്ളിൽ വരുത്തി വെച്ചേക്കണാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള എന്ന് പറഞ്ഞാൽ പഠനം അല്ലെങ്കിൽ എല്ലാ പരിപാടിയിലും ഒക്ടോബർ 2 സേവനവാരം എന്ന് പറഞ്ഞാൽ ഒരു സംബന്ധിച്ച് 2 മരം നട്ടിട്ട് പോകുന്ന സീനുകളുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ചെയ്യാൻ സമ്മതില്ല. പിന്നെ അല്പമെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്കൊക്കെ അല്പം ഒരു ഇതിൽ നമ്മൾ കാരണന്മാരും ഇവരൊക്കെ പറഞ്ഞു തന്നെ സാധനങ്ങളുള്ളൂ, പഠിപ്പിച്ചിട്ടില്ല. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെയൊക്കെയാണ് മൊത്തത്തില്.